ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ കാണാൻ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നസ്ലീൻ എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവാണ്. സോ ആള് തണ്ണീർമത്തനിൽ വന്ന സമയം മുതൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, ആള് പൊളിയാണ് എന്നുള്ളൊരു ഫീല് ഉണ്ടാക്കിയിട്ടുള്ളൊരു മുതലാണ്. സോ ആളെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം തന്നെ മമിതേനെയും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവർ രണ്ടുപേരും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് കയറിയത്. ഞാനിപ്പോൾ അത് വലിയ സംഭവം പടം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല കയറിയിട്ടുള്ളത്. നമ്മുടെ ഒരു 24-25 വയസ്സുള്ള കുട്ടികളുടെ പ്രണയം, അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇവരെങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ഒരാഗ്രഹം, അതുകൊണ്ട് കയറിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഗിരീഷ് ഏടി എന്ന് പറയുന്ന ഡയറക്ടർ, ആളുടെയും എന്താ പറയുക, ആളുടെ മൂന്നാമത്തെ സിനിമയാണ് തോന്നുന്നു. സോ ആളുടെ ആ ഒരു റൈറ്റിങ്ങിൽ വരുന്ന കോമഡി സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തും പിടിച്ചിരിക്കുന്നതൊക്കെ. എന്നെ സംബന്ധിച്ച് സൂപ്പർ ശരണ്യനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു വൈബ് തോന്നിയിട്ടുള്ള ഒരു പടമാണ് ഈ പ്രേമലു എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ തണ്ണീർമത്തനാണ് ഫേവറേറ്റ്. ഈ ഒരു സിനിമയ്ക്കകത്തും പറയുന്നത് ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു പോകുന്ന പ്രണയബന്ധങ്ങൾ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി, ബെസ്റ്റി, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പറഞ്ഞു പോകുന്നതൊക്കെ. സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയായിട്ടുള്ള കുറച്ച് കോമഡി അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ തന്നെ നസ്ലീൻ്റെ പെർഫോമൻസ് രസമായിട്ട് തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെയധികം രസമായിട്ട് തോന്നി. തുടക്കത്തിലുള്ള ആ ഒരു സ്കോറും കാര്യങ്ങളും, ഇടയ്ക്ക് വന്നിട്ടുള്ള 2-3 പാട്ടുകൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സിനിമയുടെ ഒപ്പം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ സോങ്സിലൊക്കെ നല്ല വൈബ്, ആ ഒരു സംഭവം സെറ്റായിരുന്നു. ടുവാർഡ്സ് ദ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മമിതയുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് കണ്ടിരുന്നു. അതുപോലെ തന്നെ നസ്ലീനും കുഴപ്പമില്ലാണ്ട് ചെയ്തു. നസ്ലീൻ്റെ കൂട്ടുകാരനായിട്ട് വന്നിട്ടുള്ള 2-3 പേരുണ്ട്. മാത്യു വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്, അതൊരു കെമിയോ പോലെ, കെമിയോ ഒന്നുമല്ല, ഒരു 2-3 സീനിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കയ്യടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ബഡിയായിട്ട് വന്നിട്ടുള്ള ചങ്ക് കൂട്ടുകാരനൊക്കെ ഉണ്ട്. ആളുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് വന്നു. നമ്മളിപ്പോൾ പണ്ടൊക്കെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നത് പോലെ രസമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കെമിസ്ട്രിയും. അല്ലെങ്കിൽ തണ്ണീർമത്തനിൽ മാത്യൂസും നമ്മുടെ നസ്ലീനും വന്ന ആ ഒരു കെമിസ്ട്രി ഈ ഒരു സംഭവത്തിലും വർക്കൗട്ട് ആയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സ്റ്റിൽ ഇതൊരു എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമാനുഭവമാണ്. 2.5 മണിക്കൂറൊക്കെ എനിക്ക് വലിച്ചു നീട്ടിയ പോലെയൊക്കെയാണ് തോന്നിയത്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടിയും എൻഗേജിങ് ആയിട്ട് തോന്നിയത്. ഈ ഒരു സിനിമ ട്രാക്കിലേക്ക് കടക്കണില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഫസ്റ്റ് ഹാഫിലൊക്കെ അവിടെ എവിടെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിനകത്ത് കുറേ ജോലിയില്ലായ്മ, കുറേ ബ്രേക്കപ്പ്, കുറേ നാട് വിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറേ പരിപാടി, തക്കിട പരിപാടികളൊക്കെ കാണിച്ചെടുക്കുന്നൊരു പരിപാടി. ആ ഒരു സീരിയസ്നെസ്സിലേക്ക് കയറി വരുന്നത് മുതൽക്ക് ആണ് കുറച്ചും കൂടി എൻജോയബിൾ ആയിട്ട് തോന്നിയത്. സ്റ്റിൽ എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിക്ക് ശേഷമാണ് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നത് ഹൈദരാബാദിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിച്ച്നെസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെടിപ്പായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അതിന് ഒത്ത ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി അങ്ങോട്ട് ചേരുമ്പോൾ നല്ല മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ കഥയെ പറ്റിയിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കറിയാം തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. സ്റ്റിൽ ഇതിൽ ആദി എന്ന് പറയുന്ന ക്യാരക്ടർ വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം ടുവാർഡ്സ് ദ ക്ലൈമാക്സ് വരെ കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ടുവാർഡ്സ് ദ ക്ലൈമാക്സിൽ സ്ഥിരം ക്ലീശേ സാധനമൊക്കെ തന്നെയാണ് മൂപ്പരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ എല്ലാവർക്കും കണ്ട് രസിച്ചിരിക്കാവുന്ന ഒരു ഫൺ റൈഡ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഫൺ റൈഡ് എന്ന് പറഞ്ഞാൽ ആർത്തുല്ലസിച്ച് ചിരിക്കുക എന്നുള്ളതൊന്നുമില്ല. വീക്കെൻഡൊക്കെ ആകുമ്പോൾ എല്ലാവരെയും കൂട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയിട്ടിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ചില്ലാവുന്ന ഒരു സിനിമ. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമാനുഭവം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.